ചെയ്യുന്ന രീതിയാണ്. അതായത് ക്രഷിങ് ഇല ചതക്കും, ടിയറിങ് ഇല കീറും. ചതയ്ക്കുമ്പോൾ ശരിക്കും ജ്യൂസി ആവും, കീറുമ്പോൾ ഈ സെൽസ് പൊട്ടിയിട്ട് ജ്യൂസ് വെളിയിലോട്ട് വരും. ഓൺ കേളിങ് ചുരുട്ടുമ്പോൾ പുറത്തോട്ടൊന്ന് ജ്യൂസ് തിരിച്ച് ഇലയിലോട്ട് തന്നെ അരച്ച് കയറ്റും. ദിസ് ഹാപ്പൻസ് അറ്റ് സെയിം ടൈം, ഒരേ സമയത്താണ്. ക്രഷ്, ടിയർ, കേൾ. ഈ ജ്യൂസ് നമ്മളെ വെളിയിലോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, തിരിച്ച് ഇലയിലോട്ട് തന്നെ അരച്ച് കയറ്റും. അല്ലെങ്കിൽ താഴെ ഫാക്ടറി ചെല്ലുമ്പോൾ കാണാം ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട്. ആസ് എ കട്ട് പ്രോഗ്രസ്, കട്ട്സ് മുമ്പോട്ട് പോകുന്നതും ലീഫ് നന്നായിട്ട് ഒന്ന് ചതച്ചറിയും. അല്ലെങ്കിൽ ഈ സ്റ്റേജിലാണ് ടീക്ക് അതിൻ്റെ റൗണ്ട് ഷേപ്പ് കിട്ടുന്നത്. ആഫ്റ്റർ CTC അടുത്ത സ്റ്റേജ് ഫെർമെന്റേഷൻ അഥവാ ഓക്സിഡേഷൻ. എന്ന് വെച്ചാൽ ഒരു ആപ്പിൾ മുറിച്ച് കുറച്ച് സമയത്ത് എന്ത് സംഭവിക്കും? ചുമന്നു, കളർ ചേഞ്ച് ആവും. ഇത് തന്നെ ഒരു എൻസൈമിന്റെ പ്രസൻസ് ആയ നമ്മൾ എന്ത് പറയും? ഫെർമെന്റേഷൻ എന്ന് പറയും. അതാണ് നമ്മൾ ഫെർമെന്റേഷൻ. ബിക്കോസ് ടീക്ക് ഉള്ളിൽ തന്നെ ഒരു എൻസൈം ഉണ്ട്, ഇറ്റ്സ് കോൾഡ് പോളിഫിനോൾ ഓക്സിഡൈസ്. ഈ എൻസൈമിന്റെ പ്രസൻസിൽ ഈ കളർ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട്, അതായത് ഞാൻ തുടങ്ങി വെച്ച ടാനിൻ രണ്ട് പിഗ്മെന്റ് ആയിട്ട് മാറും. ഒന്ന് ചായക്കൻ്റെ കളർ നൽകും, രണ്ട് ചായക്കൻ്റെ കടുപ്പും ടേസ്റ്റും കിട്ടും. മാറുന്നതുകൊണ്ട് അതും എൻസൈമിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഫെർമെന്റേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഇനി ഈ ഓക്സിഡേഷൻ ഫെർമെന്റേഷൻ സ്റ്റേജിലാണ് ടീക്ക് അതിന്റെ ക്യാരക്ടേഴ്സായ കളർ, സ്ട്രെയിൻ, ഫ്ലേവർ, സ്മെല്ലെല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലീഫിൽ വീഴുന്നിട്ടും നമുക്ക് ചായയുടെ ഒരു സ്മെല്ലും ഇല്ല. ഡ്രമ്മിൽ നിന്നാണ് ടീയുടെ സ്മെല്ല് കിട്ടാൻ തുടങ്ങുന്നത്. ആഫ്റ്റർ ഡ്രം നമ്മൾ അതിനെ നേരെ ഡ്രയറിലോട്ട് വിട്ടുപോകും. ഫോർ ദ ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഒരു മേക്ക് ചെയ്ത പ്രോഡക്റ്റ് സൂക്ഷിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഡ്രൈ. അല്ലെങ്കിൽ അതാണ് എൻ്റെ ഷെൽഫ് ലൈഫ്. 1 വർഷമാകാം, 1.5 വർഷമാകാം. അത് എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഷെൽഫ് ലൈഫ് പറയുന്നത്. അത് ഇവിടെ മോയ്സ്ചർ ലെവൽ കുറയ്ക്കുന്നതനുസരിച്ചാണ് ഷെൽഫ് ലൈഫ് കൂടുന്നത്. ആഫ്റ്റർ ഡ്രൈ നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്യും. അതായത് ബേസിക് ഫണ്ട സൈസ് ചെറുതാകുന്നതും കൂടുതൽ കടുപ്പം കിട്ടും, സൈസ് വലുതാകുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ടീ ബാഗ്സിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പൊടിയാണ് നമുക്ക് കപ്പിലോട്ട് ഇടുമ്പോൾ തന്നെ കടുപ്പം വരും. അതുപോലെ കടകളിൽ പൊടികൾ ഉപയോഗിക്കാം. കാര്യം കൂടുതൽ നമ്പർ ഓഫ് കപ്സ് വിൽക്കാൻ കിട്ടണം. വേറാസ് വീടുകളുടെ സെർച്ച് ഉണ്ടാവും, വലിയ തരികൾ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ കുറേ കപ്പിൻ്റെ എണ്ണ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവർ വേണം. ആണ് ബേസിക്. ഏത് ടീ എടുത്താലും സൈസ് ചെറുതാകുന്നതും കൂടുതൽ കടുപ്പം, സൈസ് വലുതാകുന്നതും നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതുപോലെ ഓർത്തഡോക്സ് ടീക്ക് ഒരു ചെറിയ ചേഞ്ച്. വിതറിങ് സെയിം തന്നെ. അത് കഴിഞ്ഞിട്ട് പേപ്പർ ചുരുട്ടുന്ന പോലെ ചുരുട്ടിയെടുക്കും. പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് റോളിംഗ് മെഷീൻ. അത് കഴിഞ്ഞ് നേരെ ഫെർമെന്റേഷൻ അഥവാ ഓക്സിഡേഷൻ വരും, ഡ്രൈയിങ് വരും, സൈസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്തെടുക്കും. ഈ 5 സ്റ്റേജാണ് ബ്ലാക്ക് ടീ. അടുത്തത് ഗ്രീൻ ടീ. ഗ്രീൻ ടീ കേട്ടിട്ടില്ലേ? ആളുകൾ എന്തിനാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്? തടി കുറയ്ക്കാൻ, മെഡിസിനൽ വാല്യൂ, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, ഹെൽത്തിയർ സൈഡ്. ഇതിനു വേണ്ടി ഗ്രീൻ ടീ നമ്മൾ തന്നെ സജ്ജമാക്കുന്ന ഇല ആവിയിൽ പുഴുങ്ങും. ബ്ലാക്ക് ടീ ഗ്രീൻ ടീ എന്നുള്ള മെയിൻ ഡിഫറൻസ്, ഫെർമെന്റേഷൻ എന്നുള്ള കളർ ചേഞ്ചിങ് പ്രോസസ് നടന്നാൽ അത് ബ്ലാക്ക് ടീ ആണ്. കളർ ചേഞ്ചിങ് പ്രോസസ് ഇല്ലേ, ഇറ്റ് റിമെയിൻസ് ആസ് ഗ്രീൻ ടീ. അപ്പോൾ കളറിംഗ് പ്രോസസ് നിർത്താൻ വേണ്ടി നമ്മൾ ആദ്യം ഇല ആവിയിൽ പുഴുങ്ങും. സോ സ്റ്റീമിങ്, റോളിംഗ് ഫോർ ഷേപ്പ് ആൻഡ് ബി ഡ്രൈ. വൈറ്റ് ടീ, ബഡ്സ്, നാമ്പ് ഒരു മെഷീൻസ് ഉപയോഗിക്കില്ല. ബഡ്സിനുള്ളിൽ നേരെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ വൈറ്റ് ടീയിലാണ്, ഏറ്റവും കുറവ് ഉൽപ്പാദന ചെലവും വൈറ്റ് ടീക്കാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്ര വൈറ്റ് ടീ പോപ്പുലർ അല്ല? ഊറ്റുപാട്ടി ഒരു ചെടിയിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് 0.001 mg വെയ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ദിവസം 100 ടണ്ണോളം ബ്ലാക്ക് ടീ ഫാക്ടറിയിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 17 ഫാക്ടറി ഉണ്ട് നമുക്ക്, കണ്ണന്തേവ അല്ലെങ്കിൽ ടാറ്റയുടെ പഴയ ടാറ്റയുടെ പുതിയ കണ്ണന്തേവ. ഈ 17 ഫാക്ടറിയിലായിട്ട് നമ്മൾ 100 ടണ്ണോളം ചെയ്യുന്നുണ്ട്. വേറെ വൈറ്റ് ടീയുടെ കണക്കെടുത്താൽ ഒരു വർഷത്തിൽ 200 കിലോ അല്ലെങ്കിൽ 220 കിലോ ചെയ്യുന്നു. അതിൻ്റെ പ്രൈസും കൂടുതലാണ്. ഏറ്റവും ബേസിക് പ്രൈസ് 15,000 ഇന്ത്യൻ റുപ്പീസ്. അത് ഞങ്ങളുടെ പ്രൈസാണ്. ഓപ്പൺ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1 lakh തുടങ്ങുന്നത് തന്നെ. ഇതാണ് പ്രൊഡക്ഷൻ്റെ. ഇനി നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. വീട്ടിൽ ചായ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെ ചായ ഉണ്ടാക്കാൻ കണ്ടേക്കണേ? ഇനി ചെല്ലുമ്പോൾ അങ്ങനെ ചേരുന്ന് പറയണം. ഞാനും നമ്മളും കണ്ടിട്ടുണ്ട്. പാലൊഴിച്ച് വെള്ളമൊഴിച്ച് ചേപ്പൊടി ഇടുന്നു, ഇഞ്ചി അല്ലെങ്കിൽ ഏലക്ക ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുന്നു, കറുത്ത കളർ വരുമ്പോഴേക്കും ചായയായി അല്ലേ? ആദ്യം വെള്ളം തിളപ്പിക്കാൻ പറയാം, പൊടി ഇടുക. വെള്ളം തിളച്ച് വന്ന് പൊടി ഇട്ടതിന് ശേഷം ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പാല് വേറെ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് അത് മിക്സ് ചെയ്യുക.
ഇനി ബ്രൂവിങ് അല്ലെങ്കിൽ സ്കീപ്പിംഗ് എന്ന് പറയും. നമ്മൾ ഓരോ സ്റ്റേജും മേക്ക് ചെയ്തിട്ടും ഇങ്ങനെ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് പോകണം. വേറെ അതായിട്ട് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ട് എന്ത് ചെയ്യും, തിളപ്പിച്ച് കുക്ക് ചെയ്ത് ജസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പറയാം, വെള്ളം തിളപ്പിക്കുക, പൊടിയിടുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫ് ചെയ്യുക, മൂടി വെക്കുക, ഒരു 3-4 മിനിറ്റ്. ഈ സമയത്ത് പാല് നന്നായിട്ട് ചൂടാക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അതിനെ ബ്രൂവിങ് അല്ലെങ്കിൽ സ്റ്റീപ്പിംഗ് എന്ന് പറയും. ആരെയും ചേഞ്ച് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് പ്രാക്ടിക്. എന്നിട്ട് പറയാൻ വീട്ടിൽ പ്രോപ്പർ ചായ ഉണ്ടാക്കാൻ 10 മിനിറ്റ്, നമ്മൾ ധൃതി വെക്കരുത്, 10 മിനിറ്റ് തന്നെ വേണം. ഏറ്റവും നല്ല ചായക്ക് വെള്ളം തിളക്കുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് ഓഫ് ചെയ്യണം. ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ചായയുടെ കാര്യം. ഗ്രീൻ ടീ, വലിയ ആൾക്കാർ ആരെങ്കിലും ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഗ്രീൻ ടീ ടേസ്റ്റ്? ആദ്യത്തെ കൺസെപ്റ്റ്, ഗ്രീൻ ടീ ഒരു ചായക്കും പകരമല്ല. സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം. അതായത് 2 കപ്പ് വെള്ളം എടുക്കുക, ഒരു നുള്ളു ഇതുവരെ തിളപ്പിക്കാം, തിളവന്നതിന് മുമ്പ് പൊടിയിടുക, ഓഫ് ചെയ്യാം, മൂടി വെക്കുക. എന്നിട്ട് 1-2 വെള്ളത്തിലിടും, നമ്മൾ ജീരകവെള്ളം അല്ലെങ്കിൽ കരിങ്കാലി വെള്ളം കുടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് ഗ്രീൻ ടീ ഫുള്ളായിട്ട് കുടിക്കാം. ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല വെറും വയറ്റിൽ കുടിക്കണം, ചൂടാക്കി കുടിക്കണം, കടുപ്പത്തിൽ കുടിക്കണം. നോ, ഗ്രീൻ ടീ നമുക്ക് ഇഷ്ടപോലെ കുടിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാനാണ്. ഇവിടെ നമ്മൾ പാക്കേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സാഷയാണ് ഒരു ബാഗിൽ പറയാം. ഞാൻ പറയുന്നു ആ ഒരു സാഷ നിങ്ങൾ എന്തോരം വെള്ളം മിക്സ് ചെയ്യാൻ പറ്റും അത്രയും വെള്ളം മിക്സ് ചെയ്ത് നോ പ്രോബ്ലം, കളയണ്ട, ആ ദിവസം മൊത്തം കുടിക്കാം. പക്ഷെ ഇത് pretty എക്കണോമിക്കാണ്. നമ്മളെ കയ്പ് ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പിന് ഒരു സാഷ ഇടുമ്പോൾ 6 കപ്പാണ് ഏകദേശം 1 ലിറ്റർ വെള്ളം തരാം, 150 ml വെച്ച് കൂട്ടിയാൽ. അതുപോലെ തന്നെ 6 ടീ ബാഗ് ഇടും, അവർ 10-12-15 ഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഞാൻ പറയുന്ന നുള്ളു ഉപയോഗിച്ചാൽ മതി. അതിന് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കുറച്ചും കൂടി നിങ്ങളുടെ എക്കണോമിക് ഇതും